ഹലോ ഫ്രണ്ട്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ എക്സാംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ഉത്തരം ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CPR നൽകുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം ഏത്? ചോക്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സത്തിനെയാണ് നമ്മൾ ചോക്കിങ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക, അത് ചോക്കിങ്ങിൻ്റെ ലക്ഷണമാണ്. ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, അതും ചോക്കിങ്ങിൻ്റെ ലക്ഷണമാണ്. ത്വക്കിൻ്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാകുക, അതും ചോക്കിങ്ങിൻ്റെ ലക്ഷണമാണ്. ഇവിടെ ചോക്കിങ്ങിൻ്റെ ലക്ഷണമല്ലാത്തത് കൈകാലുകൾ നീൽക്കെട്ട് പ്രകടമാകുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ ബ്ലിസ്റ്റേഴ്സ് അടിയന്തരമായി പൊട്ടിച്ചു കളയണം. ശരീരത്തിൽ പാമ്പുകടി ഏറ്റാൽ പാമ്പുകടി ഏറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയായുള്ള ഒരു തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തി പിടിക്കേണ്ടതാണ്. അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് പലക പോലെ ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ നമ്മൾ പൊട്ടിച്ചു കളയാൻ പാടില്ല. അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? AED എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫ്രൈബിലേറ്റർ. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓക്സിജൻ, ഇന്ധനം, താപം, ജലം. ജലമാണ് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്തത്. ഇതാണ് നമ്മുടെ ഫയർ ട്രയാങ്കിൾ. ഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജനും ഹീറ്റും ഫ്യൂവലും ഒക്കെ ആവശ്യമാണ്. താഴെ പറയുന്നവയിൽ ശരി ഏത്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കുറഞ്ഞ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവുള്ളതാകുന്നു. ജ്വലനശേഷിയുള്ള ദ്രാവകത്തിൻ്റെ താപം ഫ്ലാഷ് പോയിന്റ് എത്തിയാൽ ആയത് സ്വയം കത്തിപ്പടരുന്നു. ആൻസർ ബി ആണ്. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. താങ്ക്സ് ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.